രാഷ്ട്രീയ എതിരാളികളെ അടിക്കാൻ വടിയെടുക്കുമ്പോൾ അത് സ്വന്തം കാലിൽ കൊള്ളാതിരിക്കാൻ നോക്കണം. അതാണ് രാഷ്ട്രീയത്തിലെ ബാലപാഠം. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാലിൽ അടികൊണ്ട് തൊലി പൊളിഞ്ഞിട്ടും ആ പാഠം പഠിച്ചിട്ടില്ല. വീണ്ടും കിട്ടി സ്വന്തം കയ്യിലെ വടികൊണ്ട് അദ്ദേഹത്തിന് പുറങ്കാല് പൊളിയുന്ന ഒരടി. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ അടുത്ത ഒരു ആറ്റം ബോംബ് രാഹുൽ പുറത്തെടുത്തു. പക്ഷേ മുൻപത്തേതുപോലെ തന്നെ പിൻവലിച്ച് എറിഞ്ഞപ്പോൾ അത് ചീറ്റിപ്പോയ ഒരു പടക്കം മാത്രമായി മാറി. പ്രസിദ്ധീകരിക്കാത്ത, ആരും വായിക്കാത്ത, കടയിൽ കിട്ടാത്ത ഒരു പുസ്തകം വെച്ച് കേന്ദ്ര സർക്കാരിനെ നേരിടാൻ പോയ രാഹുൽ ഗാന്ധിയുടെ ഹിമാലയൻ മണ്ടത്തരമാണ് ഇപ്പോൾ പാർലമെന്റിലെയും പുറത്തെയും ചർച്ചാ വിഷയം. സംഭവം നടന്നത് തിങ്കളാഴ്ച ലോക്സഭയിലാണ്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കുന്നു. അഗ്നിപത് പദ്ധതിയെക്കുറിച്ചും ചൈനീസ് അതിർത്തി തർക്കത്തെക്കുറിച്ചും സംസാരിക്കാൻ എഴുന്നേറ്റ രാഹുൽ ഗാന്ധി തന്റെ വാദങ്ങൾക്ക് ശക്തി പകരാൻ ഒരു തെളിവ് നിരത്തി. മുൻ കരസേനാ മേധാവി MM നരവാനയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയിലെ ഭാഗങ്ങളാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അഗ്നിപത് പദ്ധതിയെ നരവാനെ എതിർത്തിരുന്നു എന്നും ചൈനീസ് വിഷയത്തിൽ സർക്കാർ സത്യം മറച്ചുവെക്കുന്നു എന്നുമൊക്കെയായിരുന്നു രാഹുലിന്റെ വാദം. എന്നാൽ രാഹുലിന്റെ ഈ വെളിപ്പെടുത്തലുകൾ കേട്ട് ഭരണപക്ഷവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പേടിച്ചിട്ടല്ല, ഒരു രാഷ്ട്രീയ നേതാവിന് എത്രമാത്രം വിവരക്കേട് കാണിക്കാമെന്ന് ഓർത്ത്. രാജ്നാഥ് സിംഗ് ഉടൻ തന്നെ ഇടപെട്ടു. അദ്ദേഹം ചോദിച്ചു, ഏതാണ് ഈ പുസ്തകം, ഇതെവിടെയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്? അവിടെയാണ് രാഹുലിന്റെ കള്ളം പൊളിഞ്ഞത്. സത്യമെന്നാൽ ജനറൽ നരവാനയുടെ ഈ പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആമസോണിലോ ബുക്ക് സ്റ്റോളുകളിലോ ഒന്നും തന്നെ ഈ പുസ്തകം ലഭ്യമല്ല. ഇല്ലാത്ത പുസ്തകത്തിലെ വരികൾ ഉദ്ധരിച്ച് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്ത ബോധമില്ലായ്മയാണ് അവിടെ തുറന്നു കാട്ടപ്പെട്ടത്. ഒരു വാട്സപ്പ് ഫോർവേഡ് വിശ്വസിക്കുന്ന ലാഘവത്തോടെയാണോ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കേണ്ടതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിന് പിന്നിലെ വസ്തുതകൾ പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം എത്രത്തോളം അപക്വമാണെന്ന് മനസ്സിലാകും. 2019 മുതൽ 2022 വരെ കരസേനാ മേധാവിയായിരുന്ന MM നരവാനെ തന്റെ അനുഭവങ്ങൾ എഴുതിയ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയിരുന്നു എന്നത് സത്യമാണ്. 2020 ഗാൽവാൻ സംഘർഷവും ലഡാക്കിലെ ചൈനീസ് നീക്കങ്ങളും ഇന്ത്യയുടെ തന്ത്രപരമായ തിരിച്ചടികളും എല്ലാം തന്നെ അതിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഒരു മുൻ കരസേനാ മേധാവി പുസ്തകം എഴുതുമ്പോൾ അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പാലിക്കേണ്ട ചില കർശനമായ നിയമങ്ങളുണ്ട്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അതീവ രഹസ്യമായിട്ടുള്ള സൈനിക നീക്കങ്ങളോ ഓപ്പറേഷണൽ ഡീറ്റെയിൽസോ ഒന്നും തന്നെ പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നിലവിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും സേനയുടെയും പരിശോധനയിലാണ്. വെറ്റിംഗ് പ്രോസസ് എന്നാണ് ഇതിനെ പറയുന്നത്. സുരക്ഷാ ക്ലിയറൻസ് കിട്ടാതെ ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് വസ്തുത. ഈ നിയമപരമായ നടപടിക്രമങ്ങളെയാണ് സർക്കാർ സത്യം മൂടിവെക്കുന്നു എന്ന് രാഹുൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. സൈനിക രഹസ്യങ്ങൾ പരസ്യമാക്കണോ അതോ രാജ്യസുരക്ഷ കാത്തു സൂക്ഷിക്കണോ എന്നതിൽ മോദി സർക്കാരിന് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, മറിച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അദ്ദേഹം അത് സൗകര്യപൂർവ്വം മറക്കുന്നതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് 2 സമീപനങ്ങളിലെ വ്യത്യാസമാണ്. ഒന്ന്, രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയും സൈനിക രഹസ്യങ്ങളെയും ഗൗരവമായി കാണുന്ന ഔദ്യോഗിക രേഖകളെ മാത്രം ആശ്രയിക്കുന്ന മോദി സർക്കാരിന്റെ സമീപനം. 2, കിട്ടുന്ന വിവരങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാതെ ഊഹാപോഹങ്ങളുടെയും പ്രസിദ്ധീകരിക്കാത്ത ചോർന്നു കിട്ടിയ പേപ്പറുകളുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രീതി. ഇതെല്ലാം അധികാരത്തിന് വേണ്ടിയാണെന്ന് ഓർക്കണം. ഗാൽവാൻ വിഷയത്തിൽ ഇന്ത്യയുടെ ടാങ്കുകൾ എങ്ങനെയാണ് ചൈനയെ ഞെട്ടിച്ചതെന്നും കൈലാഷ് റേഞ്ചിൽ നമ്മുടെ സൈന്യം എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചതെന്നും നരവാനയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതെല്ലാം ഇന്ത്യയുടെ വിജയഗാഥകളാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വേണ്ടത് അതല്ല. സർക്കാരിനെ വിമർശിക്കാൻ എന്തെങ്കിലും വക കിട്ടുമോ എന്ന് മാത്രമാണ് രാഹുൽ എപ്പോഴും നോക്കുന്നത്. ഇല്ലാത്ത പുസ്തകം ഉദ്ധരിച്ച് സഭയുടെ സമയം കളഞ്ഞതിന് സ്പീക്കർക്കും ഇടപെടേണ്ടി വന്നു. ഒടുവിൽ ആധികാരികമല്ലാത്ത രേഖകൾ സഭയിൽ വായിക്കാൻ പാടില്ല എന്ന ചട്ടം പോലും രാഹുൽ ലംഘിച്ചു. സ്വന്തം ഹോംവർക്ക് ചെയ്യാതെ വരുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ സഭയിൽ വിമർശനം ഏറ്റുവാങ്ങാനായിരുന്നു രാഹുലിന്റെ വിധി. ചുരുക്കത്തിൽ മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കൊണ്ടുവന്ന ആയുധം രാഹുൽ ഗാന്ധിക്ക് തന്നെ വിനയായി മാറി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എന്തെങ്കിലും പുറത്തിറങ്ങിയേക്കാം. എന്നാൽ അതിനു മുൻപേ അതിലെ കാര്യങ്ങൾ വളച്ചൊടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചത് വലിയൊരു ബ്ലണ്ടറായിപ്പോയി. ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി ഗൗരവവും സത്യസന്ധതയും ഒക്കെയാണ്. ഇല്ലാത്ത പുസ്തകത്തിലെ കഥകൾ പറഞ്ഞ് പാർലമെന്റിനെ കഥാപ്രസംഗ വേദിയാക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.